ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് വരാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയാ ഇന്ദ്രനെയാണ്. അപ്പൊ ഇന്ദ്രൻ വിശ്വത്തിന്റെ ഒത്തിരി കയറി കോങ്ങയ്ക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നിന്നോടല്ലേടാ ഉപദേശം നിർത്താനായിട്ട് അവന്തികയെ നിഖില് താലി കെട്ടണമായിരുന്നു, അല്ലാതെ അവൻ താലി കെട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ ആരാടാ തോക്കുന്നത്? ഈ ഇന്ദ്രനാ തോക്കുന്നത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെയുള്ളപ്പോ ഉപദേശിക്കാൻ നിൽക്കരുത്. എടാ ഇന്ദ്ര വിട് എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയൊക്കെ കയറി കൈ പിടിക്കാണ്. ചാവട്ടെ, എല്ലാവരും ചാവട്ടെ, എങ്കിലെനിക്ക് സമാധാനം വരൂ എന്ന് പറഞ്ഞു. എന്തിനാ വിട്ട് കളഞ്ഞത്? ഞെക്കി കൊല്ലായിരുന്നില്ലേ? വിശ്വ, നിന്റെ ഭാഗത്താ തെറ്റ് എന്ന് രാജലക്ഷ്മി. നീ നിന്റെ ഏട്ടന്റെ കൂടെയാ നിൽക്കേണ്ടിയിരുന്നത്. കൂടെ നിൽക്കാൻ പറ്റുന്ന പ്രവൃത്തിയാണോ ഏട്ടൻ ചെയ്യുന്നത്? എടാ, ഇവനെ വേണ്ട എന്ന് വെച്ച രാത്രിക്ക് രാത്രി ഇവിടെ വെച്ച് പല്ലവി ഇറങ്ങിപ്പോയത് ശരിയാണെന്നാണോ നീ പറയണത്? മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചെങ്കിലും നിയമപരമായിട്ട് ഇപ്പോഴും അവന്റെ ഭാര്യ തന്നെയാണ്. എന്താ അവള് ചെയ്യുന്നത്? സേതുവിന്റെ കൂടെ പോയി ഇപ്പൊ ജീവിക്കല്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് അവളുടെ ഭാഗത്ത് തന്നെയാ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പെൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ടാ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരു മോൾ ഉണ്ടെന്ന് വിചാരിക്കുക, അവക്ക് പല്ലവി ചേച്ചിയുടെ ഗതി ആയതെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ അമ്മ പെരുമാറുക? അവനവന് വരണം, അപ്പോഴേ പഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അംബിക വേഗം വന്നിട്ട്, എടാ അവക്ക് പെമ്മക്കളൊന്നും ഇല്ലല്ലോ, നീ പറഞ്ഞതൊന്നും ഇവക്ക് മനസ്സിലാവില്ല മോനെ എന്ന് പറഞ്ഞു അംബിക. എന്നിട്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നിട്ട്, മക്കളെ, ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ ശ്രമിക്കുക. നീ വിചാരിച്ച സാധിക്കും. വഴക്കിട്ടല്ല മോനെ, സ്നേഹിച്ച് തന്നെ, അങ്ങനെ തന്നെ വേണം എല്ലാവരെയും ജയിക്കാൻ. അപ്പൊ ഇന്ദ്രൻ വേഗം ചിരിച്ചിട്ട്, സ്നേഹിക്കാം, ഞാൻ അച്ഛമ്മയെ സ്നേഹിക്കാം. അച്ഛമ്മയെ സ്നേഹിച്ച് എനിക്ക് സ്നേഹം കൂടുമ്പോ രണ്ട് കൈ കൊണ്ട് ചെവിക്കലിൽ അടിക്കാൻ എനിക്ക് തോന്നുന്നത്. എന്താ സ്നേഹിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം അംബിക അപ്പുറത്തേക്ക് മാറി എന്നിട്ട്, നീ ഒരു കാലത്ത് നന്നാവത്തില്ലടാ എന്ന് പറഞ്ഞു. സ്വന്തം അച്ഛമ്മയുടെ ചെവി കൂടെ പൊന്നീച്ച പറത്തുന്ന് പറഞ്ഞ നീ എങ്ങനെ രക്ഷപ്പെടാനാ? നീ ഇതിന്റെ കാര്യം പോക്ക, നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അംബിക അങ്ങ് പോയി. അപ്പൊ വിഷം വന്നിട്ട്, അച്ഛമ്മ പറയാനുള്ളത് എനിക്കും, വേണമെങ്കിൽ നന്നാവ്, അല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ വിഷുവും പോയി. അപ്പൊ രാജലക്ഷ്മി വന്നിട്ട്, എടാ മോനെ, എന്താടാ ഇത് എന്നിങ്ങനെ ചോദിക്കാം. ചുമ്മാ അമ്മ പേടിച്ചു പോയോ എന്റെ മമ്മി? ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ ചിരിക്കുക. എന്റെ പൊന്നോ, അവരങ്ങനെ പലതും പറയുന്നേ. ഞാന് ഇങ്ങനെ ഒരു അവസരം കയ്യിൽ നിന്ന് പോയിന്ന് കരുതി ഞാൻ പിന്മാറാനൊന്നും പോണില്ല. ഞാൻ ഇനിയും ശ്രമിക്കും, ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ജയിക്കുന്നത് വരെ. ദാറ്റ് ഈസ് ഇന്ദ്രൻ മമ്മി, മൈ മമ്മി. അതെ, ഡോണ്ട് വറി, ബി ഹാപ്പി, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയെ പിടിച്ചൊന്ന് ചേർത്തൊക്കെ പിടിച്ചിട്ട് ഇന്ദ്രൻ അങ്ങ് പോയി. പക്ഷെ രാജലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പൊന്നുമടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് സ്വാതിനെയും ഋതുവിനെയും നമ്മുടെ പ്രതാപനെയാണ്. അപ്പൊ പൂർണിമാമ ഭയങ്കര കരച്ചില്. അമ്മ ഇങ്ങനെ കരയല്ലേ, അമ്മ കരഞ്ഞ എന്തെങ്കിലും സംഭവിക്കും എന്ന് സ്വാതി ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഉടനെ ഋതു, അതെ, പാമ്പിനെയാ പാലൂട്ടി വളർത്തുന്നതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, അതാരും കേട്ടില്ല. ഇപ്പം മനസ്സിലായല്ലോ, ഇനി അമ്മ അനുഭവിച്ചോ എന്നിങ്ങനെ പറയുക. എല്ലാവേ ചേച്ചിയുടെ മാത്രം തെറ്റാ. കല്യാണം മാത്രം നടത്താനുള്ള ഡ്യൂട്ടി സേതുമാധവനെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. മാധവേട്ടനോടും കുടുംബത്തോടും അവനുള്ള പക ചേച്ചിക്കൂടി അറിയാവുന്നതല്ലേ? എന്നിട്ട് വലിയേട്ടൻ വന്നിരിക്കുന്നു. അതൊക്കെ അവന്റെ വലിയ അഭിനയമായിരുന്നു ചേച്ചി. നിങ്ങളുടെയൊക്കെ കയ്യിലെടുക്കാനുള്ള ഒരു സൂത്രം. അല്ലാണ്ടെന്താ, തക്കം പാർത്തിരിക്കുമായിരുന്നു. അവൻ പ്രതികാരം ചെയ്യുകയും ചെയ്തു. അതാ കൃത്യസമയത്ത് തന്നെ കത്തി കൊണ്ട് കുത്തി, അതും ഈ നെഞ്ചത്ത് തന്നെ. അത് അങ്ങനെയല്ലേ അങ്ങളെ വരൂ? സ്ട്രീറ്റിൽ വളർന്ന ഒരാള്, അയാളിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അപ്പൊ ഇവര് മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് പറയാനാ, ബോംബെയിലെ വലിയ ഫ്ലാറ്റിൽ മഹാറാണിയെ പോലെ കഴിയേണ്ട അച്ചുവിനെ ഇപ്പത്തെ ഒരു ഓട്ടോ ഡ്രൈവർ കെട്ടുന്നു. ഒരു ഓട്ടോ ഡ്രൈവർ! പൊന്നുമടത്തിന്റെ അഭിമാനം എവിടെ പോയി ചേച്ചി എന്ന് ചോദിക്കുകയാണ്. പൂർണിമ മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കരയാണ്. ചേച്ചി ഇതാണോ ആഗ്രഹിച്ച കല്യാണം? പറയാ, ഇതുപോലെയാണോ ഒരുത്തനെയാണോ കൈപിടിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടാണോ അച്ഛനെ വളർത്തി വലുതാക്കിയത്? അല്ലല്ലോ. എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാ എന്ന് സ്വാതി. അച്ഛൻ മേൽപത്രം എഴുതി വെച്ചത് കൊണ്ടാണല്ലോ സേതുമേധവൻ വെള്ളിവട്ടരായിട്ട് ഇവിടെ രംഗപ്രവേശനം ചെയ്തത്. വല്യേട്ടൻ വന്നിരിക്കുന്നു.
ഞങ്ങളുടെ ഭാവിയെ പോലും ഈ കല്യാണം ബാധിച്ചു എന്നുള്ളതാ ഏറ്റവും വലിയ സങ്കടമേ. ഞങ്ങൾക്കൊരു വിവാഹാലോചന വരുമ്പോ ചെറുക്കന്റെ വീട്ടുകാർ ചോദിക്കില്ലേ അമ്മയോട്, മൂത്ത കുട്ടിയെ ആരാ കല്യാണം കഴിച്ചതെന്ന്? എന്തു മറുപടി പറയും അമ്മ? പറയാൻ പറ്റുന്ന എന്തെങ്കിലും മഹത്വം അവനുണ്ടോ എന്ന് ചോദിക്കാണ്. പിന്നെ സ്വഭാവം അതും അത്ര നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞു ഋതു. അപ്പൊ സ്വാതിയും പറഞ്ഞു എനിക്കുമില്ല. ദേ ഈ കുടുംബം നശിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാ ആ സേതു മാധവൻ എന്ന് പറയുന്നവൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അവൻ ആഗ്രഹിച്ചത് നേടുകയും ചെയ്തു. അമ്മേ, സേതുമാധവൻ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത്, എന്നേക്കുമായിട്ട് വിളിച്ച് പുറത്താക്കണം അമ്മ ഈ വീട്ടിൽ നിന്ന്. ഇനി പൊന്നു മടത്തിന് അയാളെ പോലെ ഒരാളെ ആവശ്യമില്ലമ്മേ. ദേ അമ്മ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞോണ്ടേ ഋതു. ഞങ്ങൾക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അച്ചുവും ഹരിയും കൂടി വണ്ടി വരുന്നത്. അയ്യോ ദേ വന്നിരിക്കുന്നു ചേച്ചിയുടെ മരുമകനും മകളും കൂടി, ചെല്ല് എന്ന് പറഞ്ഞു. അപ്പൊ പൂർണിമ കെട്ടും പടയൊക്കെ എടുത്ത പോലെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പൊ അതേ പുറകെ ഇവരും ചെന്നു. ഹരി അവിടെ നിൽക്കുമ്പോ മനസ്സോടെയാണ്. അപ്പൊ അച്ചു പറയാണ് വാ വാ ഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പൊ 3-4 പടി കയറിയപ്പോ അവിടെ നിന്നോണം, ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പൂർണിമ. അപ്പൊ അമ്മയോ എങ്ങനെ ധൈര്യം വന്നടി എന്നെ അമ്മയെന്ന് വിളിക്കാനായിട്ട്? പറ, നിനക്ക് ഞാനല്ലല്ലോ, വലിയേട്ടനല്ലേ വലിയ കാര്യം. ഇവനെ പോലെ ഒരുത്തൻ താലി കെട്ടാൻ തയ്യാറായിട്ട് വന്നപ്പോ ആരോട് ചോദിച്ചിട്ടാ നീ സമ്മതം മൂളിയത്? ചോദിച്ചത് കേട്ടില്ലേ നീ? നശിപ്പിച്ചില്ലേ നീയൊക്കെ കൂടി കുടുംബത്തിന്റെ മാനം? എന്നിട്ട് വന്നിരിക്കുന്നു അമ്മ എന്ന് വിളിച്ച്. അപ്പൊ ഇവർ രണ്ടുപേരും അവിടെ നിർത്തി ഇങ്ങനെ സംസാരിക്കുകയാണ്. പൂർണിമ, നിനക്ക് മാത്രം വേണമെങ്കിൽ ഈ വീടിനകത്തേക്ക് കയറാം, പക്ഷെ ഇവൻ ഒരു കാരണവശാലും എന്റെ മരുമകനായിരിക്കില്ല എന്ന് പൂർണിമ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിൽക്കാണ് ഹരി, ഒന്നും മിണ്ടിയില്ല കേട്ടോ. കുറെ നേരം നിന്നോ. ഞാനോ ഇവരോ നമ്മുടെ കുടുംബമോ ഒരിക്കലും ഇവനെ നിന്റെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പൊന്നുമടത്തിന് വേണ്ടടി ഇങ്ങനെ ഒരുത്തനെ എന്ന് പറഞ്ഞു. അപ്പൊ അച്ചു ഇതെല്ലാം കേട്ട് അച്ഛന് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അമ്മേ, ഒരുപാട് അംഗങ്ങളുള്ള ബന്ധുബലമുള്ള വീട്ടിലേക്കാ നിന്നെ ഞാൻ പറഞ്ഞു വിടാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അത് വല്ലതും ഇവനുണ്ടോ? സ്വന്തം ജനിപ്പിച്ചത് ആരാണെന്ന് പോലും അറിയാത്ത ഒരുത്തനെയാണല്ലോ നിനക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് എന്ന പുച്ഛഭാവത്തിലാണ് പൂർണിമ പറയണത്. ഇറങ്ങിപ്പോയി എന്റെ മുന്നിന്ന്, കാണണ്ട എനിക്ക് നിങ്ങളെ. അപ്പൊ ഹരി പറയണം, അച്ഛന് വേണമെങ്കിൽ അമ്മ പറയുന്ന അനുസരിക്കാം. അതെ, ഞാൻ തിരിച്ചു പോയിക്കോളാം, ഞാൻ ആരും ഇല്ലാത്തവനല്ലേ, പൊന്നും മടത്തിലെ ചേരുന്ന ആളല്ല, ഞാൻ തിരിച്ചു പോയിക്കോളാം അച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അച്ചു വേഗം തന്നെ പറയണം, അതെ, ഒറ്റയ്ക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കഴുത്തു നീട്ടി തന്നത് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഹരിക്ക് അങ്ങനെ പോയേ തീരൂ എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അഴിച്ചെടുത്തോളൂ ഈ കെട്ടിവെച്ച ഈ താലി. പറ്റുമോ ശ്രീഹരിക്ക്? അങ്ങനെയാണെങ്കിൽ അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കാണ് കേട്ടോ. ഡാ, എന്താണ് നോക്കിയിരിക്കുന്നത്? അഴിച്ചെടുക്കടാ എന്ന് പ്രതാപൻ. കെട്ടിയത് നീ ആയതുകൊണ്ട് ആ താലിയുടെ മഹത്വമൊന്നും അതിനില്ല എന്ന് പ്രതാപൻ പറയുകയാണ്. അപ്പൊ വേഗം ഋതു പറഞ്ഞു, അതെ, എന്താ മടിച്ചു നിൽക്കുന്നത്? അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരിയാ വേണ്ടത്, നിങ്ങൾ അണിയിച്ച ആ താലിയുള്ള ഒരാളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അഴിച്ചോണ്ട് പോ, അത് ഇവൾക്ക് ചേരില്ല എന്നവരും പറഞ്ഞു. നിങ്ങൾ തന്നെ അത് അഴിച്ചു കളയണം. അപ്പം വേഗം സ്വാതിയും പറഞ്ഞു, അഴിച്ചു കളയാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം ഹരി പതുക്കെ കൈയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ അച്ചുവിന്റെ താലിയിൽ ഇങ്ങനെ പിടിച്ചത് പൊട്ടിച്ച് കളയാനായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. പക്ഷെ അടുത്തു വരെ വന്നപ്പോഴത്തേനും ഹരിക്ക് മനസ്സാകെ വല്ലാണ്ടായി പോയി കേട്ടോ. ഹരി കൈ ഇങ്ങനെ പൊക്കിയതേ ഉള്ളൂ, പക്ഷേ എങ്കിലും ഹരിക്കൊണ്ട് പറ്റിയില്ല. ഹരി വേഗം കൈ താത്തിയിട്ടിട്ട് അച്ചുവിനോട് പറഞ്ഞു. അപ്പൊ അച്ചു ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. നിഷ്കളങ്കം നോക്കിയപ്പോഴത്തേനും വേഗം തന്നെ ഹരിയുടെ മനസ്സ് പോയി കേട്ടോ വല്ലാണ്ട്. കുറച്ചു നേരം ആള് നിന്നിട്ട് എന്നെ വിശ്വസിച്ച് കൂടെ ജീവിക്കാൻ തീരുമാനിച്ച ആളാണ് അച്ചു. അതുകൊണ്ട് ഇവളെ തനിച്ചാക്കി തിരിച്ചു പോവാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അച്ചുവിന് തീരുമാനം എന്ത് വേണേലും എടുക്കാം, എന്റെ കൂടെ വരാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. രണ്ടായാലും സന്തോഷത്തോടെ ഞാൻ തീരുമാനം സ്വീകരിക്കും. തീർച്ചയായിട്ടും ഞാൻ വരും. എന്റെ ഭർത്താവിന്റെ കൂടെയാ ഇനി ഞാൻ താമസിക്കേണ്ടത് എന്ന് അച്ചു പറഞ്ഞു. അതുകൊണ്ട്
ഹരി എവിടെയാണെങ്കിലും ഏത് നരകത്തിലേക്കാണെങ്കിലും വിളിച്ച ഞാൻ വരും എന്ന് തന്നെ അച്ചു കട്ടായം ഹരിയോട് പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവർക്കും അടി കിട്ടിയ പോലെ ആയിപ്പോയി. പൂർണിമയ്ക്കും അതുപോലെ തന്നെ. പൂർണിമ ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവര് രണ്ടുപേരും ഇറങ്ങാൻ തുടങ്ങുമ്പോ നമ്മുടെ ബേബി ചേച്ചി നിലവിളക്കുമായിട്ട് മോളെ നിക്ക്, പൂർണിമ ചേച്ചി വന്നിരിക്കുന്നത് സ്വന്തം മോളും അവളെ താലി കിട്ടിയ പുരുഷനുമാണ്. അവരെ ഇറക്കി വിടുന്നത് ശരിയല്ല പൂർണിമ ചേച്ചി എന്ന് പറഞ്ഞു. വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമുക്ക് അകത്ത് വെച്ച് പറഞ്ഞു തീർക്കാം. അതുകൊണ്ട് ഇപ്പൊ ഈ വിളക്ക് കൊടുത്ത് അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ച് കയറ്റുക, അതാണല്ലോ പൂർണിമേച്ചി ഇപ്പൊ ചെയ്യേണ്ടത് എന്ന് പറയണം. ബേബി ചേച്ചി പറഞ്ഞപ്പ നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കേറിപ്പോ അകത്ത്. എന്നോട് ആജ്ഞാപിക്കാറായോ മോള് എന്ന് ചോദിച്ചു ഋതുവിനോട്. പറഞ്ഞില്ലേ അവനാരുമില്ലാന്ന്? അതാണ് അവന്റെ കുറവെങ്കിൽ ഞാൻ പറയുന്നു, ഞാനാണ് അവന്റെ അമ്മാന്ന്. എന്താ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്ക് സന്തോഷമായി കേട്ടോ ഭയങ്കര. ചേച്ചിയുടെ വർത്തമാനം കേട്ടപ്പോഴത്തേനും എന്താ ഈ ബേബിയുടെ എന്റെ മകനെ മരുമകനായി സ്വീകരിക്കാൻ മടിയുണ്ടോ പൊന്നുമടത്തിന് എന്ന് ചോദിച്ചു. അപ്പൊ ബേബി ചേച്ചിയോട് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ പറയണം, ഞാനും ഇപ്പം ഇവിടുന്ന് ഈ സമയം തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ബേബി എന്ന് വിളിച്ചു. എന്നിട്ട് ആ നിലവിളക്ക് എന്താ പറയാ പൂർണിമ അണച്ചു കളയാണ്. കൈകൊണ്ട് തന്നെ അണച്ചു കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതേ പൂർണിമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, വാക്ക് പറഞ്ഞ പിന്നെ പൂർണിമ മാറില്ല. ആ ഒരു തീരുമാനത്തില് അത് മാറില്ല, ഇനി ആര് പറഞ്ഞാലും എന്ന് പറഞ്ഞു. നിൽക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവര് ഇറങ്ങാൻ തുടങ്ങാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ പോകാം രണ്ടാൾക്കും എന്നുകൂടി ഒന്നുകൂടി പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഇറങ്ങിപ്പോ രണ്ടുപേരും എന്ന് സ്വാതിയും പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. സങ്കടത്തോടു കൂടി തന്നെ അച്ചുവും ഹരിയും കൂടി വീണ്ടും പടി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ സേതുവും പല്ലവിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സേതു ഇങ്ങനെ അടുത്തേക്ക് ചെന്നു. എന്താ ഇവിടെ തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. കേട്ടിയില്ല, ഇറക്കി വിട്ടു. പക്ഷേങ്കിൽ ചൂലെടുത്ത് ആട്ടൂന്നാ കരുതിയത്. എന്തായാലും ഭാഗ്യത്തിന് അതുണ്ടായില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങോട്ടാ പോണത്? എവിടെയെങ്കിലും പോയല്ലേ പറ്റൂ ചേച്ചോ. പണ്ടത്തെ പോലെ കിട്ടുന്ന സ്ഥലത്ത് കിടക്കാൻ പറ്റില്ലല്ലോ, കൂടെ ഒരാളുകൂടി ഇല്ലേ എന്ന് ഹരി ഇങ്ങനെ പറയാം. അപ്പൊ ഇങ്ങനെ നിന്നപ്പോഴത്തേനും വാച്ചു എന്ന് പറഞ്ഞു. നിക്ക്, അങ്ങനെ പോവാൻ വരട്ടെ. അങ്ങോട്ടല്ല, ദേ ഇങ്ങോട്ട് തന്നെയാ പോണ്ടത്. ഈ വീട്ടിലാ നിങ്ങൾ താമസിക്കാൻ പോണത്. സേതുട്ടാ വേണ്ട, അമ്മ സമ്മതിക്കില്ല. വെറുതെ എന്തിനാ ഞാനാ വിളിക്കുന്നത്. രണ്ടുപേരും വാ രണ്ടാളും എന്ന് പറഞ്ഞ് കൈ പിടിച്ച് ഇവരെയും കൊണ്ട് അകത്തേക്ക് കയറാനായിട്ട് സേതു കയറി വരികയാണ് കേട്ടോ. അപ്പൊ പല്ലവിയുണ്ട് കൂടെ. അപ്പൊ കയറി വന്ന ശേഷം ഒരു തവണ പറഞ്ഞതല്ലേ ഇവിടെ കയറണ്ടെന്ന്, പിന്നെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അമ്മേ, ഞാൻ കാരണ ഹരി അച്ഛനെ കെട്ടിയത്. അതിന്റെ പേരില് ആ നിഖില് അവൻ മിണ്ടി പോവരുത്, നീ കേൾക്കണ്ട എന്ന് പറഞ്ഞു പൂർണിമ. അതെ, പ്രസവിച്ചതല്ല ഞാൻ, പക്ഷെ എന്നിട്ടും സ്വന്തം മോനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു. എന്നെയാ നീ എന്നെ ചതിച്ചത്. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല സേതു എന്ന് പറഞ്ഞു. മാധവ മേനോന്റെ മോൻ തന്നെയാണോ നീ? ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ദ്രോഹം ഈ കുടുംബത്തോട് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞു. അമ്മേ, ഹരി നല്ലവനാ. അവൻ അച്ഛനെ പൊന്നുപോലെ നോക്കിക്കോ. പക്ഷെ അത് ഇവിടെ വെച്ച് വേണ്ടാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പൂർണിമ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കുറച്ചു നേരം നിന്നു. അല്ല, ഈ കൂട്ടുകാരന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ സേതു മാധവ, അമ്മ കേക്കട്ടെ എന്ന് ചോദിച്ചു പ്രതാപ. അറിയണോ തനിക്ക്? ആരെയും ചതിക്കില്ല, നുണ പറഞ്ഞ് കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല, പിന്നെ ആരുടെയും ബിനാമി ആവില്ല. എന്താ അതുപോരെ? ഇനിയും വേണോ ക്വാളിഫിക്കേഷൻസ്? എന്താ പ്രതാപം പറ, കുറച്ചുകൂടെ പറഞ്ഞു തരാം ഞാൻ എന്ന് പറഞ്ഞു. പ്രതാപം മിണ്ടുന്നില്ല. നിങ്ങൾ വലിയ ആളൊന്നും ആവണ്ട, നിഖില് ശരിയല്ലെങ്കിൽ വേണ്ട, പക്ഷെ അതിനു പകരം ഇവനെ കൊണ്ടായിരുന്നോ കെട്ടിക്കേണ്ടിയിരുന്നത്? പകരം നല്ലൊരാളെ കണ്ടെത്തുകയല്ലേ ചെയ്യേണ്ടത്. ഞങ്ങളുടെ കുടുംബത്തിന് ഒരു നിലയും വിലയുണ്ട്, ആ അന്തസ്സൊന്നും നോക്കണ്ടേ? അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അതെങ്ങനെയാ ചേച്ചി? അത് മനസ്സിലാവണമെങ്കിൽ തറവാടിത്തം എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ ചേച്ചി? അത് വേണ്ടേ എന്ന് സ്വാതിയും ഋതികയും പുച്ഛിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ സേതു അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് അമ്മ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക എന്ന് പറഞ്ഞു. അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോ, പക്ഷേങ്കില് ഞാനത് സഹിച്ചിരിക്കും. അതുപോലെ അല്ല ഇത്, ഇവരെ ഇറക്കി വിടരുത്, എന്റെ ഒരു അപേക്ഷയാണ് എന്നൊക്കെ പറയണ. ഞാൻ വേണേ അമ്മയുടെ കാല് പിടിക്കാം, കടന്നു പൊയ്ക്കോ നീ എന്റെ മുന്നീന്ന് എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിനോട് കട്ടായം ഇങ്ങനെ പറയണം, അച്ചോ ശ്രീഹരി നീ 3 പേരെയും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു.
അപ്പം വേഗം ഒന്നും മിണ്ടിയില്ല. ഒരു ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. പൂർണിമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, അതിനി മാറില്ല എന്നും പൂർണിമ പറഞ്ഞു. അപ്പം ഒന്നും മിണ്ടിയില്ല. സേതു മിണ്ടാതെ അപ്പുറത്തേക്ക് മാറിയപ്പോഴത്തേനും അങ്ങോട്ടേക്ക് പല്ലവി വരുവാണ്. എൻ്റെ അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ, സേതുവേട്ടൻ നിരപരാധിയാ. പല്ലവി, വേണ്ട, അമ്മയെ തിരുത്താൻ നോക്കണ്ട എന്ന് സേതു പറഞ്ഞു. നിന്നോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല പല്ലവി. നീ ഇറങ്ങിപ്പോണമെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം എന്ന് പല്ലവിയോട് പറയാണ്. ഒരാളും അതിന് എതിർപ്പ് പറയൂല്ല എന്ന് പൂർണിമാമ പറഞ്ഞു. അപ്പൊ പല്ലവി നേരെ സേതുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, സേതുവേട്ടാ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ, പക്ഷേ ഞാൻ അത് ഒരിക്കലും സ്വീകരിക്കില്ല സേതുവേട്ടാ. സേതുവേട്ടൻ ഇല്ലാത്ത പൊന്നുമടത്തിലേക്ക് പല്ലവി താമസിക്കില്ല. സേതുവേട്ടൻ എവിടെയാണോ അവിടെ ആയിരിക്കും ഞാനും ഉണ്ടാവുക എന്ന് പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ ഇറങ്ങിയ ആ നിമിഷം ഞാനും ഇറങ്ങും. എന്താ, എങ്ങോട്ടാ സേതുവേട്ടാ? ഞങ്ങൾ ഇറങ്ങുന്നില്ലെങ്കിലോ? പക്ഷേ അതെങ്ങനെ സാധിക്കും സേതുവേട്ടാ? അമ്മ സമ്മതിക്കണ്ടേ? അമ്മയുടെ സമ്മതം വേണ്ടെങ്കിലോ എന്ന് ചോദിച്ചു സേതു. എന്നിട്ട് സേതു മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ മടക്കി കുത്തി നേരെ അകത്തേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. അത്രയും നേരം കണ്ട സേതുമാധവൻ അങ്ങ് മാറി എന്നുള്ളത് അസത്യം. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, പൊന്നുമടത്തില് എത്ര കാലം വേണമെങ്കിലും സേതുമാധവന് താമസിക്കാം. അതിനുള്ള അധികാരം നിയമപരമായിട്ട് എനിക്കുണ്ട്. അത് മാത്രവുമല്ല, സേതുമാധവന്റെ കാര്യത്തില് മറ്റൊരു തീരുമാനം കൂടെ ഉണ്ട്. വിൽപത്രം ആ അധികാരം എനിക്ക് അനുവദിച്ചു തരുന്നുണ്ട്. പിന്നെ മാത്രവുമല്ല, എനിക്കിഷ്ടമുള്ളവരെ ഈ വീട്ടിൽ താമസിപ്പിക്കാനുള്ള അധികാരം അതും എനിക്ക് വിൽപത്രം തരുന്നുണ്ട്. എന്താ, നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരുടെയും വാടഞ്ഞു. മാധവ മേനോൻ എന്റെ അച്ഛൻ ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുൻകൂട്ടി തന്നെ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, അമ്മയുടെ നിർദ്ദേശം തൽക്കാലം ഞാൻ അങ്ങ് അവഗണിക്കാൻ പോവാ എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടാൻ പറ്റാതെ എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇനി ഞാനും ഇവിടെ താമസിക്കും, ദേ ഇവരും ഇവിടെ തന്നെ താമസിക്കും, ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു. തടയാൻ ചങ്കൂറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തടയാം. എന്താ, തടയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ബേബി ചേച്ചി, പോയി നിലവിളക്ക് കത്തിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. ബേബി ചേച്ചി അകത്തേക്ക് പോയി നിലവിളക്ക് കത്തിക്കാനായിട്ട്, കയറി വരാനല്ലേ പറഞ്ഞത്, കയറി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അച്ചുവിനെയും ഹരിയെയും വിളിച്ചോണ്ട് വന്നു. അപ്പൊ ബേബി ചേച്ചി നിലവിളക്കുമായിട്ട് വന്നു. മക്കളെ കയറി വാ. അപ്പൊ ഇവർ രണ്ടുപേരും കയറി വന്നു. അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാൻ തോന്നിയപ്പോഴത്തേനും പൂർണിമ നേരെ പുറകോട്ട് പോയി തിരിഞ്ഞു നിന്നു. അപ്പൊ മോള് വാ എന്ന് പറഞ്ഞ ആ നിലവിളക്ക് കൊടുത്ത് ബേബി ചേച്ചി അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അപ്പൊ പൂർണിമയും മക്കളും എല്ലാം കൂടി ഇങ്ങനെ സൈഡിലേക്ക് മാറി നിന്നു. ഇവരകത്തേക്ക് പോയി എന്ന് കണ്ടപ്പോ പൂർണിമ അകത്തേക്ക് കയറിപ്പോയി. പുറകെ വാലുപാലായിട്ട് പെണ്ണുങ്ങളും പോയി. പിന്നെ പ്രതാപൻ ഓടിച്ചെന്ന സേതുവിന്റെ മുന്നിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്ത് വേണം എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ വന്ന വഴി തന്നെ അകത്തേക്ക് അങ്ങ് പോയി. ഇനി നിന്നാ സേതുവിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. ഇവരെല്ലാവരും കയറിപ്പോയപ്പോ പല്ലവി സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സേതുട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പേടിക്കണ്ട, ഈ ദേഷ്യമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും പല്ലവി, നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. അതല്ല, സേതുവേട്ടനോട് എനിക്ക് മറ്റൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. എന്താ? അല്ല, ഞാൻ പൊന്നുമടത്തിന്റെ പടി ഇറങ്ങി പോകും. ആദ്യമൊക്കെ അമ്മയുടെ മുന്നില് അപേക്ഷയോട് നിന്ന സേതുവേട്ടൻ ഞാനിവിടെ നിന്ന് ഇറങ്ങുമെന്ന് കേട്ടപ്പോ തന്നടം കാണിച്ചു. സത്യം പറ, ഞാനിവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ സേതുവേട്ടൻ മുണ്ടും മടക്കി കുത്തി മീശും പിരിച്ച് ഈ ഹീറോയിസം കാണിച്ചത്? അല്ല, ഒരിക്കലും അല്ല. പല്ലവിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ഹരിക്കും അച്ഛനും എല്ലാവർക്കും വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് വേണം എന്ന് തോന്നി. അച്ഛനുണ്ടായിരുന്നെങ്കിലും ഇത് ഇങ്ങനെ തന്നെ ചെയ്യുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ നിൽക്കണം. ഇനിയാണ് പൊന്നുമടത്തിലെ അംഗം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.